ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രോഗിൻ്റെ അടിയിൽ വരുന്ന വെയിറ്റ് സിങ്കർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഒരു സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള എൻ്റെ ഐഡിയയിൽ തോന്നിയ ഒരു കാര്യമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഫ്രോഗാണ്. ഇതിൻ്റെ ഹുക്ക് ഞാൻ താൽക്കാലികമായിട്ട് ഊരി വെച്ചതാണ്. ഇത് ഊരി വെക്കാൻ തന്നെ മെയിൻ കാരണം ഇതിൻ്റെ ഈ വെയിറ്റ് സിങ്കർ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഈ സിങ്കർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഹാർഡ്വെയറിൽ നിന്ന് മേടിച്ച സാധാരണ ഒരു സ്ക്രൂ ആണ്. ₹1 എനിക്കൊരു സ്ക്രൂക്ക് വന്നിട്ടുള്ളൂ. അതിൻ്റെ ടെയിൽ പോർഷൻ, അതായത് പിരി വരുന്ന ഭാഗം, ത്രെഡ് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഞാൻ ഹാൻഡ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. ഹാൻഡ് കട്ടർ ഇല്ലാത്തവർക്ക് ഒരു ആക്സോ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നമ്മളെ പ്ലെയർ വെച്ചിട്ട് പിടിച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഈ ഫ്രോഗിൻ്റെ ബാക്കിലേക്ക് സിങ്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സിങ്കർ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തരുടെ അടുത്ത് ഓരോ ഐഡിയ തോന്നും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ഇതിനായിട്ട് ഞാൻ ഈ സ്ക്രൂവിൻ്റെ കൂടെ ഒരു വാഷർ കൂടെ മേടിച്ചിട്ടുണ്ട്. ഈ വാഷർ വളരെ കുറഞ്ഞ പൈസ വരുന്നുള്ളൂ. ഞാൻ 10 മേടിച്ചിട്ടുണ്ട്. 10 വാഷറിനും കൂടെ എനിക്ക് ₹3 വന്നിട്ടുള്ളൂ ആകെ. ഈ വാഷർ ഈ കട്ട് ചെയ്ത സ്ക്രൂവിൻ്റെ അടിവശത്ത്, അതായത് നമ്മുടെ ഈ പിരി വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഗ്യാസ് വെൽഡ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോൾഡർ ചെയ്യാനും പറ്റുന്നതാണ്, പക്ഷേ അത് കുറച്ച് തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് സോൾഡറിങ് പിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ അസംബ്ലി ഒന്നുമില്ല. ഈ ഒരു പോർഷനിലാണ് ഞാൻ വെൽഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു കടയിൽ ഈ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാറിൻ്റെ ഒക്കെ ബോഡി വർക്ക് എടുക്കുന്ന ഒരു കടയാണ്. അപ്പം ഇത് ഗ്യാസ് വെൽഡ് ചെയ്ത ശേഷം ഈ ഫ്രോഗിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറ്റാമെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ ഹോളാണെങ്കിൽ കൂടെ ഞാൻ വലിയ വാഷർ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെയിൽ ഓപ്പൺ ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെന്ന് അടിക്കുമ്പോൾ ഈ ഫ്രോഗിൻ്റെ സിങ്കർ ഊരി തെറിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അധികം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മുടെ വെൽഡിങ്ങിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു 10ഓളം പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും കുറേ ഈ ഫ്രോഗിന് സിങ്കർ മിസ്സായി പോയിട്ടിരിക്കുന്ന സാധനം കുറേ എണ്ണമുണ്ട്. ഫ്രോഗ് യൂസ് ചെയ്യാണ്ടിരിക്കുന്ന അത്യാവശ്യം കോസ്റ്റ്ലി ഫ്രോഗുകളും ഉണ്ട്, നമ്മുടെ സാധാരണ ലോക്കൽ ഫ്രോഗുകളും ഉണ്ട്. ഒരുവിധം എല്ലാത്തിനകത്തും നമുക്കിത് സൂട്ടാക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും താൽക്കാലികം നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. അപ്പം ഞാൻ അത്യാവശ്യം പീസ് ഒരു 10 പീസ്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊരു 10 പീസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ സ്ക്രൂവിൻ്റെ കളറൊക്കെ മാറിയത് നമ്മുടെ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ചൂടായ കാരണമാണ്. അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു GIൻ്റെ കോട്ടിങ് കരിഞ്ഞു പോയതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. ഇത് എങ്ങനെ നമ്മുടെ ഫ്രോഗിൻ്റെ അകത്തേക്ക് നമുക്ക് സൂട്ടാക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഹുക്കില്ലാത്തൊരു ഫ്രോഗാണ്. ഇത് ആണ് നമ്മൾ ഹുക്കുള്ള ഒരു ഫ്രോഗിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹുക്കില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കുറേ ഫ്രോഗുകൾ ഈ സിങ്കർ നഷ്ടപ്പെട്ടു പോയതുണ്ട്. അപ്പം നമുക്ക് ഒരു ഹുക്കുള്ള ഫ്രോഗിൻ്റെ അകത്തേക്ക് ഇതെങ്ങനെ കയറ്റും നോക്കാം. ഹുക്കില്ലാത്ത ഫ്രോഗിൽ നമുക്ക് ചെയ്യാൻ സുഖമായിരിക്കും. ഹുക്കുള്ള ഫ്രോഗിൽ നമുക്ക് ആ ഒരു ഏരിയ എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഈ ഹുക്ക് നമുക്ക് കൂളായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതിങ്ങനെ മറിച്ചെടുക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒന്ന് പിടിച്ച് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഹുക്ക് പുറത്തോട്ട് വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ ഈ ഹുക്ക് നമുക്ക് നമ്മുടെ ഈ സിങ്കർ ഇടുന്നതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമുക്ക് നിന്ന് കിട്ടും. ഇതൊരു ചെറിയ ഹോളായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് ഈ വലിയ വാഷറിനെ കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. കാരണം ഈ ഫ്രോഗ് അത്യാവശ്യം ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫ്രോഗാണ്. മെറ്റീരിയൽ അങ്ങനത്തെ ഒരു റബ്ബറാണല്ലോ, അതുകൊണ്ട് നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ചില ഫ്രോഗിനകത്ത് കുറച്ച് റിസ്ക് ആയിരിക്കും. അങ്ങനെ കീറിപ്പോകാൻ ചാൻസ് ഉള്ള ഫ്രോഗാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോഗിനകത്തേക്ക് ഈ ഒരു സിങ്കർ കയറ്റിയിരിക്കുകയാണ്. ഇത് ഉള്ളിലേക്ക് അധികം തിക്നെസ് വരാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രൈക്ക് മിസ്സാവാനുള്ള ചാൻസുകളൊന്നും വരുന്നില്ല. നമ്മുടെ കമ്പനി തരുന്ന ലെഡിൻ്റെ സിങ്കറിൻ്റെ സെയിം ഒരു തിക്നെസ് തന്നെ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. അധികം തിക്നെസ് ആയി കഴിഞ്ഞാൽ ഫ്രോഗ് ചപ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫ്രോഗ് ഏകദേശം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായി കിട്ടിയിട്ടുണ്ട്. എങ്കിൽ കൂടെ നമുക്ക് ഒന്നും കൂടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സൂപ്പർ ഗ്ലൂ ആണ്. ഇത് സാധാരണ ₹5 സൂപ്പർ ഗ്ലൂ ആണ്. ഈ സൂപ്പർ ഗ്ലൂ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. ഇത് ഇനി അഥവാ വലിയ മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാലോ എന്തിനേലും പോയി അടിച്ചു
വെച്ച് കഴിഞ്ഞാലോ ഈ സിങ്കർ നമുക്ക് നഷ്ടപ്പെട്ടു പോകണ്ട എന്നുള്ളൊരു ഉദ്ദേശം വെച്ച് നമുക്ക് കുറച്ച് സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുക്കാം. സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുത്ത ശേഷം ഈ സൂപ്പർ ഗ്ലൂ ഉണങ്ങുന്നതിന് മുന്നേ കുറച്ച് പൊടിമണ്ണ്, നല്ല ഫൈനായിട്ടുള്ള പൊടിമണ്ണ് ഈ സൂപ്പർ ഗ്ലൂ ഉണങ്ങുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടിങ് കുറച്ചും കൂടെ, അതായത് ആ ഒരു പശയുടെ ഒരു പിടുത്തം നല്ല സ്ട്രോങ് ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു സിങ്കറും ഫ്രോഗിൻ്റെ റബ്ബർ മെറ്റീരിയലും രണ്ടും വേറെ വേറെ മെറ്റീരിയൽ ആയതുകൊണ്ട് ചിലപ്പം നമ്മുടെ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യുന്ന, അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ആ ഒരു ബോണ്ട് വീക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മണലൊക്കെ ഇട്ടിട്ട് മാക്സിമം സ്ട്രോങ് ആക്കാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു മണലിൻ്റെ മേലേക്ക് ഒരു 2-3 തുള്ളി കൂടെ സൂപ്പർ ഗ്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ട് അവിടെ അടിപൊളിയായിട്ട് നിന്നോളൂ. ഇങ്ങനെയൊക്കെ ഡബിൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സിങ്കർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പേടിയില്ല. അപ്പം നമുക്കിത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും ഈ മണലും സൂപ്പർ ഗ്ലൂവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒട്ടി നിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഹുക്ക് തിരിച്ച് പഴയ പോലെ തന്നെയുള്ള ഒരു പൊസിഷനിലേക്ക് ആക്കി നോക്കാം. നമുക്ക് ഈ ബാക്കിൽ ഫ്രോഗിൻ്റെ നമ്മുടെ സിങ്കർ വരുന്ന ഒരു ഭാഗം പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഹുക്ക് എത്രത്തോളം പുറത്തേക്ക് നിൽക്കുന്നത്. അത്യാവശ്യം ഒരു പുറത്തേക്ക് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ സ്ട്രൈക്ക് നമുക്ക് മിസ്സായി പോകും. അപ്പോൾ നമുക്കിത് ഈ ഫ്രോഗ് അത്യാവശ്യം ചപ്പുന്നുണ്ട്. അപ്പം ഫ്രോഗ് ചപ്പുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് മിസ്സാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് കുറച്ച് റിസ്ക്കുള്ള മെത്തേഡാണ്. ഇനി ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റാത്തവർക്ക് വേറൊരു നമ്മുടെ ബോൾ ബെയറിങ്സിൻ്റെ ബോൾസ് വെച്ചിട്ട് നമുക്കൊരു വേറൊരു ഐഡിയ ചെയ്തു നോക്കാം. ആ ഒരു ഐഡിയ ചെയ്യാനായിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാരണ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ബോൾസില്ലേ, ഈ ഒരു മെത്തേഡ് നമ്മുടെ ഈ ഒരു ഗ്യാസ് വെൽഡിങ്ങും ഈ കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം അത് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഹാൻഡിലിൻ്റെ ഉള്ളിൽ, ബൈക്കിൻ്റെ ഹാൻഡിലുള്ള വരുന്ന ഒരു ബോളാണിത്. ഈ ബോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 2-3 ബോൾസ് നമ്മുടെ ഫ്രോഗിന് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ബോളോ 3 ബോളോ ഈ സൈസിൽ വരുന്ന 2-3 ബോളോ ആദ്യം എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഫ്രോഗിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റും. ഞാൻ ഓൾറെഡി ഈ ഫ്രോഗിൻ്റെ അകത്ത് 2 ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു ബോൾ എടുത്തിട്ട് ഈ ഫ്രോഗിൻ്റെ സിങ്കർ കിടക്കുന്ന ഈ ഹോൾസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ലോക്കായിട്ട് നിൽക്കണം. ഉള്ളിലേക്ക് വീഴും ചെയ്ത് പുറത്തേക്ക് വരും ചെയ്ത് അങ്ങനെ വെച്ച ശേഷം നമുക്ക് കുറച്ച് നേരത്തെ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, ആ സൂപ്പർ ഗ്ലൂ ഇതിന് ചുറ്റിലും നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ള് ബോൾ ഉള്ളിലേക്ക് വീഴരുത്. അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഗ്ലൂ ഇട്ട ശേഷം നേരത്തെ നമ്മുടെ മണലിൻ്റെ പ്രയോഗം, ഈ ഒരു ഗ്ലൂ ഉണങ്ങി പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഗ്ലൂയിലേക്ക് നമ്മൾ പെട്ടെന്ന് കുറച്ച് മണൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിങ്കറിൻ്റെ ആ ഒരു പൊസിഷൻ, ഈ കുഴിഞ്ഞു നിൽക്കുന്ന പോർഷൻ കംപ്ലീറ്റ് കവറാവുന്ന രൂപത്തിൽ നമ്മൾ മണലിട്ട് കൊടുക്കാം. ഈ മണലിട്ട ശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ അഡീഷണൽ ഗ്ലൂ അതിലേക്ക് ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാം. മറ്റേതിൻ്റെ അത്ര ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ആദ്യം ചെയ്തതിൻ്റെ ഉള്ളിലൊരു വാഷറിൻ്റെ ഒരു ലോക്ക് പോലെയെങ്കിലും വരുന്നുണ്ട്. ഇതിന് നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം പുറത്തിടുന്ന ഈ ഒരു ബോളിൻ്റെ പുറത്തിടുന്ന ഒരു ഗ്ലൂവിൻ്റെയും മണലിൻ്റെയും മാത്രം ഒരു ബോണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് ഈ സൂപ്പർ ഗ്ലൂ ഉറ്റിച്ച് ഉടൻ തന്നെ 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങുന്നതാണ്. നല്ല ഹാർഡായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ ഈ ഒരു വെയിറ്റ് സിങ്കർ നഷ്ടപ്പെട്ടു പോയി എന്നൊരു കാരണത്താൽ ഈ ഫ്രോഗ് യൂസ് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.